ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് വാക്യം. സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. സെൻറ്റൻസ് SENTENCE സെൻറ്റൻസ് വാക്യം. A sentence is a set of words expressing complete meaning. A sentence is a set of words expressing complete meaning. അതായത് പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കുകളുടെ കൂട്ടം. അതാണ് വാക്യം, അതായത് സെൻറ്റൻസ്. അതിന് ഉദാഹരണം പറയാം. പശു ഒരു വളർത്തുമൃഗമാണ്. എങ്ങനെ പറയാം? ദ കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. ഡൊമസ്റ്റിക് DOMESTIC ഡൊമസ്റ്റിക് വളർത്തുന്ന. ഡൊമസ്റ്റിക് ആനിമൽ. കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. റോസ് ഒരു സുന്ദരമായ പുഷ്പമാണ്. എങ്ങനെ പറയാ? ദ റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ദ റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ള. BEAUTIFUL ബ്യൂട്ടിഫുൾ ഫ്ലവർ. FLOWER ഫ്ലവർ, പൂവ്. ദ റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. സ്കൂൾ ജൂൺ 15 വീണ്ടും തുറക്കുന്നതാണ്. അങ്ങനെ പറയും. ദ സ്കൂൾ റീഓപ്പൺസ് ഓൺ 15th ജൂൺ. വീണ്ടും തുറക്കുക, അതായത് റീഓപ്പൺസ്. REOPENS റീഓപ്പൺസ്. ദ സ്കൂൾ റീഓപ്പൺസ് ഓൺ 15th ജൂൺ. ഇവിടെ ശ്രദ്ധിച്ച നേരത്തെ പറഞ്ഞ പോലെ പശു ഒരു വളർത്തുമൃഗമാണ്. പശു, കൗ ഈസ് എ വളർത്തുമൃഗമാണ്. ഡൊമസ്റ്റിക് ആനിമൽ. അത് നമ്മൾ മലയാളം പറയുന്ന പോലെ തന്നെ എഴുതാം. അതുപോലെ റോസ് ഒരു സുന്ദരമായ പുഷ്പമാണ്. അതും അതുപോലെ എഴുതാം. ദ റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. പക്ഷേ ഇവിടെ നോക്കിയേ, സ്കൂൾ ജൂൺ 15 വീണ്ടും തുറക്കുന്നതാണ്. ഇതെങ്ങനെയാ പറഞ്ഞേ? ദ സ്കൂൾ റീഓപ്പൺസ് ഓൺ 15th ജൂൺ. അതായത് സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ തുറക്കുന്നതാണ്. അതാണ് വെച്ചേ റീഓപ്പൺ, തുറക്കുക. എന്നിട്ട് ജൂൺ 15 എന്നുള്ളത് എപ്പോഴും വെച്ചേ? ലാസ്റ്റ്. അതായത് സമയം എപ്പോഴും വയ്ക്കുക? ലാസ്റ്റ് വയ്ക്കുള്ളൂ ഇംഗ്ലീഷിൽ. പിന്നെ ക്രിയ നാമം കഴിഞ്ഞിട്ടാണ് ക്രിയ വയ്ക്കുക. ആര്, ഇവിടെ ആരെന്ന് വെച്ചാൽ എന്താ ഉത്തരം? സ്കൂൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിട്ടാ? ആര് എന്ത് ചെയ്യും? റീഓപ്പൺസ്, തുറക്കും. എപ്പോൾ? 15th ജൂൺ. ദ സ്കൂൾ റീഓപ്പൺസ് ഓൺ 15th ജൂൺ. നമ്മൾ ഇന്ത്യയിലെ എല്ലാ ഭാഷയും മലയാളം പറയുന്ന പോലെ തന്നെ അർത്ഥറിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇംഗ്ലീഷ് അതുപോലെ പറ്റില്ല. അതുകൊണ്ടാണ് മിക്ക ആൾക്കാർക്കും ഇംഗ്ലീഷ് എഴുതാനൊക്കെ അറിയാമായിരിക്കും, പക്ഷേ പറയാൻ അറിയാത്തത്. മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്കൃത ഭാഷയിൽ നിന്നാണ് വന്നത്. മലയാളം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷകളും സംസ്കൃതത്തിൽ നിന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അത് പറയാനും നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് വെച്ചാൽ കണ്ടും കേട്ടും പഠിക്കുക. നമ്മൾ ഈ വീഡിയോ ഒരു 5-6 പ്രാവശ്യമൊക്കെ പിന്നെയും കേൾക്കുക. അപ്പം നമുക്കത് ഓർമ്മയിൽ നിൽക്കും. അങ്ങനെയല്ലേ? നമ്മളെന്തെങ്കിലും ഇപ്പം നമ്മൾ ആരെങ്കിലും ചീത്ത പറഞ്ഞു, അപ്പോൾ നമ്മൾക്ക് അയാൾ പറഞ്ഞ ഓരോ വാക്കുകളും നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കണ കാരണം. ഇപ്പം നമ്മളൊരു സിനിമ കണ്ടു, അതിലത്തെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഓർമ്മയുണ്ടാവും. എന്തുകൊണ്ടാണ്? നമ്മളത് കാണുന്ന കാരണം. അപ്പോൾ കണ്ടും കേട്ടും പഠിക്കുന്നതാണ് നമ്മളെ ഇതിൽ എന്നും ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. എഴുതി പഠിക്കുന്നതൊക്കെ നമ്മൾ മറന്നുപോകും. അപ്പോൾ പഠിക്കാനുള്ള എളുപ്പ മാർഗം എന്ന് വെച്ചാൽ കണ്ടും കേട്ടും പഠിക്കുക. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷ എന്ന് വെച്ചാൽ അത് മലയാളമാണ്. ആ മലയാളം നമുക്കറിയാം. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഭാഷയൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു പഞ്ചാബി.
പുള്ളിക്കാരത്തി നമ്മുടെ മലയാളത്തിലെ ഞാൻ എന്ന് പറയുന്ന വാക്ക് പഠിക്കാൻ തന്നെ 2 ആഴ്ച എടുത്തു. വെറും ഒരു ഞാൻ, ആ ഞാൻ എന്ന് പറയാൻ പോലും ആൾക്ക് പറ്റിയില്ല. അതും പഠിച്ചു കഴിഞ്ഞിട്ടും ആ പറയണേനൊരു നമ്മൾ പറയുന്ന പോലെ ഒന്നല്ല, അത് ഞാൻ പറയുമ്പോൾ നമുക്ക് ചിരി വരും. ഞങ്ങൾക്ക് ദിവസേന 5 മണിക്കൂർ ജോലിയുണ്ട്. എങ്ങനെ പറയാം? വി ഹാവ് 5 hours of work every day. We have 5 hours of work every day. ഞാൻ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഐ സ്റ്റേ ഇൻ എ ഹോസ്റ്റൽ. STAY സ്റ്റേ എന്ന് താമസിക്കുക. ഐ സ്റ്റേ ഇൻ എ ഹോസ്റ്റൽ. എൻ്റെ കുടുംബം വസിക്കുന്നത് ചെന്നൈയിലാണ്. മൈ ഫാമിലി ലീവ്സ് ഇൻ ചെന്നൈ. മൈ ഫാമിലി ലീവ്സ് ഇൻ ചെന്നൈ. എൻ്റെ കുടുംബം വസിക്കുന്നത് ചെന്നൈയിലാണ്. മൈ ഫാമിലി ലീവ്സ് ഇൻ ചെന്നൈ. മേരിക്ക് സുന്ദരമായ 2 നീല കണ്ണുകളുണ്ട്. മേരി ഹാസ് 2 ലവ്ലി ബ്ലൂ ഐസ്. മേരിക്ക് സുന്ദരമായ 2 നീല കണ്ണുകളുണ്ട്. എങ്ങനെ പറയാം? മേരി ഹാസ് 2 ലവ്ലി ബ്ലൂ ഐസ്. ഫ്രേസ്. PHRASE. ഫ്രേസ്. A phrase is a group of words with some meaning but without a complete idea. It does not have a full verb. A phrase is a group of words with some meaning but without a complete idea. It does not have a full verb. അതായത് പൂർണ്ണമായ ആശയം ഉൾക്കൊള്ളാത്ത ഒരു പദസമൂഹം, അതാണ് ഫ്രേസ്. അതിന് പൂർണ്ണമായിട്ടൊരു ആശയം ഉണ്ടാവില്ല. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ദ കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. അതിലേതാ ഫ്രേസ്? എ ഡൊമസ്റ്റിക് ആനിമൽ, ഒരു വളർത്തുമൃഗമാണ്. അടുത്തത് ദ റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അതിൽ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, അതാണ് ഫ്രേസ്. ഇനി ദ സ്കൂൾ റീഓപ്പൺസ് ഓൺ 15th June. ദ സ്കൂൾ റീഓപ്പൺസ് ഓൺ 15th June. ഇതിൽ ഫ്രേസ് വരുന്നതാ ഓൺ 15th June. We have 5 hours of work every day. We have 5 hours of work every day. ഇതിൽ ഫ്രേസ് വരുന്നത് 5 hours of work, 5 മണിക്കൂറുള്ള ജോലി. I live in a hostel. I live in a hostel. ഇതിൽ ഫ്രേസ് വരുന്നത് in a hostel. My family lives in Chennai. My family lives in Chennai. അതിൽ ഫ്രേസ് വരുന്നത് in Chennai. Mary has 2 beautiful eyes. Mary has 2 beautiful eyes. ഇതിൽ ഫ്രേസ് വരുന്നത് 2 beautiful eyes. ഞാൻ ഒരു വിദ്യാർത്ഥിയാകുന്നു. I am a student. ഞാൻ ഒരു വിദ്യാർത്ഥിയാകുന്നു. I am a student. സ്റ്റുഡൻറ്റ് STUDENT, സ്റ്റുഡൻറ്റ്, വിദ്യാർത്ഥി. എൻ്റെ പേര് രാജീവ് എന്നാണ്. മൈ നെയിം ഈസ് രാജീവ്. എൻ്റെ പേര് രാജീവ് എന്നാണ്. മൈ നെയിം ഈസ് രാജീവ്. ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ്. വാക്യങ്ങളുടെ രൂപീകരണം. ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ്. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് SUBJECT, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. PREDICATE, പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആക്കിയ, അതായത് കർത്താവ്. പ്രെഡിക്കേറ്റ് ആഖ്യാതം, ആഖ്യവും ആഖ്യാതവും. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഒരു സെൻറ്റൻസിൽ 2 പ്രധാന ഭാഗങ്ങളുണ്ട്, അതാണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഒരു നാമം അല്ലെ നൗൺ
അല്ലെങ്കിൽ സർവനാമം പ്രോനൗൺ PRONOUN പ്രോനൗൺ ഇവ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് സബ്ജക്റ്റ്. നൗണും പ്രോനൗണും, നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ, നാമം അല്ലെങ്കിൽ സർവനാമം, ഇതിലേതെങ്കിലും ഉൾക്കൊള്ളുന്ന വാക്യഭാഗമാണ് എന്ത്? സബ്ജക്റ്റ്, അതായത് കർത്താവ്. വെർബ് ക്രിയ, VERB വെർബ് ക്രിയ, ക്രിയ ഉൾക്കൊള്ളുന്ന വാക്യഭാഗമാണ് പ്രെഡിക്കേറ്റ്, PREDICATE പ്രെഡിക്കേറ്റ്. നൗൺ ഓർ പ്രോനൗൺ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് സബ്ജക്റ്റ്. വെർബ് ഉൾക്കൊള്ളുന്ന ഭാഗമാണ് എന്ത്? പ്രെഡിക്കേറ്റ്. The subject must contain a noun or a pronoun and the predicate must contain a verb. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആരെക്കുറിച്ച് അഥവാ എന്തിനെക്കുറിച്ച് പറയുന്നു ആ ഭാഗമാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നോ ആ ഭാഗമാണ് പ്രെഡിക്കേറ്റ്. ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ച് പറയുന്നോ ആ ഭാഗമാണ് സബ്ജക്റ്റ്. നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നോ ആ ഭാഗമാണ് പ്രെഡിക്കേറ്റ്. The sun rose behind the eastern hills. The sun rose behind the eastern hills. Eastern EASTERN. Eastern കിഴക്കൻ. Hills HILLS. Hills കുന്നുകൾ. അതായത് സൂര്യൻ കിഴക്കൻ കുന്നുകൾക്ക് പിന്നിൽ ഉദിച്ചു. ഈ വാക്യത്തിലെ നൗൺ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാ? ദ സൺ. അല്ലെങ്കിൽ ആ വാക്യത്തിൽ ആണ്, അല്ലെങ്കിൽ ആ വാക്യത്തിൽ സണ്ണിനെ കുറിച്ച് പറയുന്നത് എന്ത്? സണ്ണിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? സൂര്യനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ നൗൺ. അപ്പോൾ ഈ വാക്യത്തിലെ സബ്ജക്റ്റ് ഏതാ? ദ സൺ. ഈ വാക്യത്തിൽ വെർബ് അതായത് ക്രിയ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാ? റോസ് ബിഹൈൻഡ് ദി ഈസ്റ്റേൺ ഹിൽസ്. അല്ലെങ്കിൽ ഈ വാക്യത്തിൽ സബ്ജക്റ്റായ ദ സണ്ണിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഏത്? റോസ് ബിഹൈൻഡ് ദ ഈസ്റ്റേൺ ഹിൽസ്. അതിനാൽ ഈ ഭാഗം ഈ വാക്യത്തിൽ പ്രെഡിക്കേറ്റ് ആകുന്നു. സാധാരണഗതിയിൽ ഒരു വാക്യത്തിൽ സബ്ജക്റ്റ് ആദ്യവും പ്രെഡിക്കേറ്റ് രണ്ടാമതുമാണ് വരാറുള്ളത്. He is a good doctor. He is a good doctor. ഇതിൽ സബ്ജക്റ്റ് ഏതാ? ഹി. പ്രെഡിക്കേറ്റ് ഗുഡ് ഡോക്ടർ. I gave her a novel. I gave her a novel. ഇതിൽ സബ്ജക്റ്റ് I, പ്രെഡിക്കേറ്റ് gave her a novel. His sister is a novelist. His sister is a novelist. Subject his sister, predicate is a novelist. John won 3 gold medals. John won 3 gold medals. ജോൺ 3 സ്വർണ്ണ മെഡലുകൾ കിട്ടി. ജോണിന് 3 സ്വർണ്ണ മെഡലുകൾ കിട്ടി. ഇതിൽ നാം ആരെക്കുറിച്ചാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ്, അതായത് ജോൺ. ജോൺ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് എന്താണോ പറയുന്നത് അതാണ് പ്രെഡിക്കേറ്റ്. വോൺ 3 ഗോൾഡ് മെഡൽസ്, അതാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ്. പാരറ്റ്സ് ആർ ബ്യൂട്ടിഫുൾ ബേർഡ്സ്. പാരറ്റ്സ് ആർ ബ്യൂട്ടിഫുൾ ബേർഡ്സ്. തത്തകൾ സൗന്ദര്യമുള്ള പക്ഷികളാണ്. ഇവിടെ സബ്ജക്റ്റ് ഏതാ? പാരറ്റ്സ്. ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? തത്തകളെ കുറിച്ചാണ് പറയുന്നത്. പാരറ്റ്സ്. പാരറ്റാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ കുറിച്ച് എന്താ പറയുന്നത്? ആർ ബ്യൂട്ടിഫുൾ ബേർഡ്സ്. സൗന്ദര്യമുള്ള പക്ഷികളാണ്. അതാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ്. ആർ ബ്യൂട്ടിഫുൾ ബേർഡ്സ്. സാം ആൻഡ് മേരി വെന്റ് ഓൺ എ പിക്നിക്. സാം ആൻഡ് മേരി വെന്റ് ഓൺ എ പിക്നിക്. സാമും മേരിയും ഒരു വിനോദസഞ്ചാരത്തിന് പോയി. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? സാം ആൻഡ് മേരി. സാം ആൻഡ് മേരിയാണ് സബ്ജക്റ്റ്. വെന്റ് ഓൺ എ പിക്നിക്, വിനോദസഞ്ചാരത്തിന് പോയി. സബ്ജക്റ്റിനെ കുറിച്ച് എന്താ പറയുന്നത്? വെന്റ് ഓൺ എ പിക്നിക്. അതാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ്.
വൈൽഡ് ആനിമൽസ് ലീവ്സ് ഇൻ ഫോറസ്റ്റ്. വൈൽഡ് ആനിമൽസ് ലീവ്സ് ഇൻ ഫോറസ്റ്റ്. വന്യമൃഗങ്ങൾ കാട്ടിൽ വസിക്കുന്നു. ഇവിടെ ആരെപ്പറ്റി പറയുന്നത്? വൈൽഡ് ആനിമൽസ്. അതാണ് സബ്ജക്റ്റ്. ഈ വൈൽഡ് ആനിമൽസിനെ പറ്റി എന്ത് പറയുന്നു? ലീവ്സ് ഇൻ ഫോറസ്റ്റ്. അതാണ് പ്രെഡിക്കേറ്റ്. എയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. എയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. ഇവിടെ ആരെപ്പറ്റി പറഞ്ഞ? എയർ. എയർ ആണ് അപ്പോൾ സബ്ജക്റ്റ്. എയറിനെ പറ്റി എന്താ പറയുന്നത്? മിക്സ്ചർ ഓഫ് ഗ്യാസസ്. വായു ഒരു വാതക മിശ്രിതമാണ്, അല്ലേ? അപ്പോൾ വായുവിനെ കുറിച്ച് എന്താ പറയുന്നത്? ഒരു വാതക മിശ്രിതമാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ്. ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. ദ സബ്ജക്റ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് വിച്ച് നെയിംസ് ദ പേഴ്സൺ ഓർ തിങ് we are speaking about. The subject is a part of the sentence which name the person or things we are speaking about. ഒരു വാക്യം ഒരാളിനെയോ ഒരു വസ്തുവിനെയോ പരാമർശിക്കുന്നു. ആ ആളിൻ്റെ അഥവാ ആ വസ്തുവിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്ന പദങ്ങളോ ആണ് വാക്യത്തിലെ സബ്ജക്റ്റ്. The predicate is the part of a sentence which tells us something about the sentence. The predicate is the part of a sentence which tells us something about the sentence. വാക്യത്തിൽ സബ്ജക്റ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് predicate. വാക്യത്തിൽ സബ്ജക്റ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് predicate. സബ്ജക്റ്റിൽ എത്ര പദങ്ങളുണ്ടാവും? സബ്ജക്റ്റിൽ ഒന്നോ അതിലേറെയോ പദങ്ങൾ ഉണ്ടാകാം. ഇനി പൊസിഷൻ ഓഫ് ദി സബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ്. പൊസിഷൻ, POSITION, പൊസിഷൻ ഓഫ് ദി സബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ്. വാക്യങ്ങളിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനം. ഇവിടെ നോക്ക്. Up rises the sun. Up rises the sun. ഇതിലേതാ സബ്ജക്റ്റ്? അപ്പ് റൈസസ് ദ സൺ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഏതായിരിക്കും? ദ സൺ. ഈ വാക്യം നമുക്ക് തിരിച്ചെഴുതാം. ദ സൺ റൈസസ് അപ്പ്. അങ്ങനെയും എഴുതാം. ദ സൺ എന്നുള്ളത് സബ്ജക്റ്റും റൈസസ് അപ്പ് എന്നുള്ളത് പ്രെഡിക്കേറ്റും. എന്തിനാണ് ഇതിൽ ഇങ്ങനെ എഴുതിയെന്നറിയോ? അപ്പ് റൈസസ് ദ സൺ. അത് ഭാഷയൊരു പ്രത്യേക സ്റ്റൈലിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുത്തുകാരന്മാർ ചെയ്യുന്നതാണ്. എഴുതുന്നതാണ് ഇതുപോലെയൊക്കെ. നമ്മളൊക്കെ എഴുതാം ദ സൺ റൈസസ് അപ്പ്. അതുപോലെ വേറെ വാക്ക്. സ്വീറ്റ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി. സ്വീറ്റ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി ആർ സ്വീറ്റ്. ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി ആർ സ്വീറ്റ്. പ്രാതികൂല്യങ്ങൾക്ക് മനോഹരമായ പ്രയോജനങ്ങളുണ്ട്. ഇത് ഷേക്സ്പിയറിൻ്റെ ഒരു വാക്കാണ്. ഇതിൽ സബ്ജക്റ്റ് ഏതാ? ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി. പ്രെഡിക്കേറ്റ് ആർ സ്വീറ്റ്. ഡൗൺ ഫ്ലോസ് ദ റിവർ. താഴേക്ക് നദി ഒഴുകുന്നു. ദ റിവർ ഫ്ലോസ് ഡൗൺ. അങ്ങനെയാണ് സാധാരണ അത് എഴുതാറ്. ദ റിവർ ഫ്ലോസ് ഡൗൺ. താഴേക്ക് നദി ഒഴുകുന്നു. ഇതിൽ സബ്ജക്റ്റ് ഏതാ? ദ റിവർ. സബ്ജക്റ്റ് ദ റിവർ. പ്രെഡിക്കേറ്റ് ഫ്ലോസ് ഡൗൺ. താഴേക്ക് ഒഴുകുന്നു എന്ന് പറയുന്നതാണ് പ്രെഡിക്കേറ്റ്. എനി സെൻറ്റൻസ് വിത്തൗട്ട് എ സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇല്ലാതെയും വാക്കുകൾ ഉണ്ടാവുമോ? അങ്ങനെ വാക്കുകളുണ്ട് സബ്ജക്റ്റ് ഇല്ലാതെയും. സബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ അത് പറയുമ്പോൾ അത് പറയില്ല.
ഒരു ഉദാഹരണമാണ് സിറ്റ് ഡൗൺ, ഇരിക്കൂ എന്ന് പറയും. ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളോടായിട്ട് പറയും സിറ്റ് ഡൗൺ എന്ന് പറയും. അപ്പോൾ കുട്ടികളൊക്കെ ഇരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? യു സിറ്റ് ഡൗൺ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ സബ്ജക്റ്റ് വരുന്നത് യു, പ്രെഡിക്കറ്റാണ് സിറ്റ് ഡൗൺ. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ സെൻറ്റൻസിൽ സബ്ജക്റ്റ് നമുക്കറിയാം, അത് പുറത്ത് ഇങ്ങനെ പറയില്ല എന്ന് മാത്രം. സബ്ജക്റ്റ് കേൾക്കുന്നവർക്കും മനസ്സിലാവും, സബ്ജക്റ്റ് നമ്മളോടാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ വേറെ വാക്ക് പറഞ്ഞു, താങ്ക് യു. അതിൻ്റെ അർത്ഥം ഐ താങ്ക് യു. സബ്ജക്റ്റ് ഐയും പ്രെഡിക്കറ്റ് താങ്ക് യു. ഞാൻ വേറൊരു വാക്കുകൂടി, ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. ടീച്ചർ ക്ലാസ്സിലെ കുട്ടികളോട് പറയണേ ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. ഇവിടെ സബ്ജക്റ്റ് യു ആണ്, പ്രെഡിക്കറ്റ് ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയുന്നത് യു ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. ഇപ്പോൾ സബ്ജക്റ്റ് യു ആണ്, പ്രെഡിക്കറ്റ് ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. നിർദ്ദേശങ്ങൾ, ആജ്ഞകൾ, അഭ്യർത്ഥനകൾ എന്നിവ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളിൽ സബ്ജക്റ്റ് ഉൾപ്പെടുത്താറില്ല. എങ്കിലും അങ്ങനെയുള്ള വാക്യങ്ങളിൽ സബ്ജക്റ്റ് ഉള്ളതായിട്ട് തന്നെയാണ് അനുഭവപ്പെടുക. അതിനാലാണ് അധ്യാപകൻ ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ് എന്ന് മാത്രം പറയുമ്പോൾ യു ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞതായിട്ട് കുട്ടികൾക്ക് തോന്നുന്നതും അവർ ബ്ലാക്ക് ബോർഡിലേക്ക് നോക്കുന്നതും. ഓക്കെ, ഇനി വേറെ ആളെ കൂടി പരിചയപ്പെടാനുണ്ട്. ഒബ്ജക്റ്റ്, OBJECT. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ കർമ്മം, കർത്താവ്. അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആരിലാണോ അഥവാ എന്തിലാണോ അതാണ് ഒബ്ജക്റ്റ്, അതായത് കർമ്മം. ഹീ റീഡ് എ ബുക്ക്. അവൻ ഒരു പുസ്തകം വായിക്കുന്നു. ഈ വാക്യത്തിൽ ഹീ എന്ന സബ്ജക്റ്റ് ചെയ്യുന്ന റീഡ് എന്ന ക്രിയയുടെ ഫലം അത് ആരില? ബുക്ക് എന്ന വസ്തുവിലാണ്. അതിനാൽ ഈ വാക്യത്തിലെ ഒബ്ജക്റ്റ് ഏതാ? ബുക്ക്. ഒബ്ജക്റ്റ് രണ്ട് തരത്തിലുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. പ്രത്യക്ഷ കർമ്മവും പരോക്ഷ കർമ്മവും. അതേതാ നോക്കാം. ഒരു വാക്യത്തിലെ സബ്ജക്റ്റിനോടും വെർബിനോടും ഹൂ അല്ലെങ്കിൽ വാട്ട് എന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹൂം, അതിന് ആർക്ക് എന്ന ചോദ്യം ചോദിച്ചാൽ ലഭിക്കുന്ന ഉത്തരമാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റിനോടും വെർബിനോടും ഹൂ അല്ലെങ്കിൽ വാട്ട് ആ ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹൂം എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. മറക്കരുത്. രാജു ഗേവ് ഡയാന എ ബുക്ക്. രാജു ഗേവ് ഡയാന എ ബുക്ക്. ഈ വാക്യത്തിൽ സബ്ജക്റ്റും വെർബും ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാ? രാജു ഗേവ്. രാജു സബ്ജക്റ്റും ഗേവ് വെർബും. രാജു ഗേവ്. ഈ രാജു ഗേവിനോട് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്തുത്തരം കിട്ടും? ബുക്ക്. അതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹൂം എന്ന് ചോദിക്കുമ്പോൾ എന്തുത്തരം കിട്ടുക? ഡയാന. അതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി കുറച്ച് ഉദാഹരണം കൂടി പറഞ്ഞു തരാം. ഷീ ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ. ഷീ ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ. ഷീ സബ്ജക്റ്റ്, ആസ്ക്ഡ് വെർബ്. ഈ ഷീ ആസ്ക്ഡിനോട് നമ്മൾ വാട്ട് എന്ന് ചോദിച്ചപ്പോൾ എന്തുത്തരം കിട്ടിയ? എ ക്വസ്റ്റ്യൻ. അതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹൂം ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയത് മീ. അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹീ ബിൽഡസ് എ ഹൗസ്. ഹീ ബിൽഡസ് എ ഹൗസ്. ഹീ സബ്ജക്റ്റ്, ബിൽഡ് വെർബ്. ഹീ ബിൽറ്റിനോട് വാട്ട് എന്ന് ചോദിച്ചാൽ എ ഹൗസ്. എ ഹൗസ് നിന്ന് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അസ് എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹൂം എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് അസ് അല്ലേ? അപ്പോൾ അസ് എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഷീ റോട്ട് ഹിം എ ലെറ്റർ. ഷീ റോട്ട് ഹിം എ ലെറ്റർ. ഷീ സബ്ജക്റ്റ്, റോട്ട് വെർബ്. അപ്പോൾ ഷീ റോട്ടിനോട് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് എ ലെറ്റർ. അത്. ഇനി പൊസിഷൻ ഓഫ് ദി സബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ്. പൊസിഷൻ,
POSITION പൊസിഷൻ ഓഫ് ദി സബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ്. വാക്യങ്ങളിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനം. ഇവിടെ നോക്ക്. Up rises the sun. Up rises the sun. ഇതിലേതാ സബ്ജക്റ്റ്? അപ്പ് റൈസസ് ദ സൺ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഏതായിരിക്കും? ദ സൺ. ഈ വാക്യം നമുക്ക് തിരിച്ചെഴുതാം. ദ സൺ റൈസസ് അപ്പ്, അങ്ങനെയും എഴുതാം. ദ സൺ എന്നുള്ളത് സബ്ജക്റ്റും റൈസസ് അപ്പ് എന്നുള്ളത് പ്രെഡിക്കറ്റും. എന്തിനാണ് ഇതിൽ ഇങ്ങനെ എഴുതിയെന്നറിയോ? അപ്പ് റൈസസ് ദ സൺ. അത് ഭാഷയൊരു പ്രത്യേക സ്റ്റൈലിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുത്തുകാരന്മാർ ചെയ്യുന്നതാണ്. എഴുതുന്നതാണ് ഇതുപോലെയൊക്കെ. നമ്മളൊക്കെ എഴുതാം ദ സൺ റൈസസ് അപ്പ്. അതുപോലെ വേറെ വാക്ക്. സ്വീറ്റ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി. സ്വീറ്റ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി ആർ സ്വീറ്റ്. ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി ആർ സ്വീറ്റ്. പ്രാതികൂല്യങ്ങൾക്ക് മനോഹരമായ പ്രയോജനങ്ങളുണ്ട്. ഇത് ഷേക്സ്പിയറിൻ്റെ ഒരു വാക്കാണ്. ഇതിൽ സബ്ജക്റ്റ് ഏതാ? ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി. പ്രെഡിക്കേറ്റ് ആർ സ്വീറ്റ്. Down flows the river. Down flows the river. The river flows down. നദി താഴേക്ക് ഒഴുകുന്നു. ഇതിൽ സബ്ജക്റ്റ് ഏതാ? ദ റിവർ. പ്രെഡിക്കേറ്റോ? ഫ്ലോസ് ഡൗൺ. എനി സെൻറ്റൻസ് വിത്തൗട്ട് എ സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇല്ലാണ്ട് സെൻറ്റൻസ് ഉണ്ടാവോ? നമുക്ക് നോക്കാം. സബ്ജക്റ്റ് ഇല്ലാണ്ട് സെൻറ്റൻസ് ഉണ്ടാവണതിനൊരു ഉദാഹരണം സിറ്റ് ഡൗൺ. സ്കൂളിൽ ക്ലാസ്സിൽ ടീച്ചർ കയറുമ്പോൾ കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ടീച്ചർ എല്ലാവരോടായിട്ട് പറയും സിറ്റ് ഡൗൺ. അതിൻ്റെ അർത്ഥം എന്താ? യു സിറ്റ് ഡൗൺ എന്നാണ്. അതിൽ സബ്ജക്റ്റ് യു, പ്രെഡിക്കേറ്റ് സിറ്റ് ഡൗൺ. അതുപോലെ ഒരു വാക്കാണ് താങ്ക് യു. ഇതിൻ്റെ അർത്ഥം ഐ താങ്ക് യു. സബ്ജക്റ്റ് ഐയും പ്രെഡിക്കേറ്റ് താങ്ക് യു. ലുക്ക് അറ്റ് ദി ബ്ലാക്ക് ബോർഡ്. ടീച്ചർ ക്ലാസ്സിലെ കുട്ടികളോട് പറയും ലുക്ക് അറ്റ് ദി ബ്ലാക്ക് ബോർഡ്. നിർദ്ദേശങ്ങൾ, ആജ്ഞകൾ, അഭ്യർത്ഥനകൾ എന്നിവ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളിൽ സബ്ജക്റ്റ് ഉൾപ്പെടുത്താറില്ല. എങ്കിലും അങ്ങനെയുള്ള വാക്യങ്ങളിൽ സബ്ജക്റ്റ് ഉള്ളതായിട്ട് തന്നെയാണ് അനുഭവപ്പെടുക. അതിനാലാണ് അധ്യാപകൻ ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ യു ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞതായി കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതും അവർ ബ്ലാക്ക് ബോർഡിലേക്ക് നോക്കുന്നതും. ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. അതിൻ്റെ സബ്ജക്റ്റ് ഏതാ? അതിൽ സബ്ജക്റ്റ് യു, പ്രെഡിക്കേറ്റ് ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. ഇനി ഒരാളെ കൂടി പരിചയപ്പെടാം. ഒബ്ജക്റ്റ്. OBJECT. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ കർമ്മം, കർത്താവ്. അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആരിലാണോ അഥവാ എന്തിലാണോ അതാണ് കർമ്മം, ഒബ്ജക്റ്റ്. ഹി റീഡ് എ ബുക്ക്. ഈ വാക്യത്തിൽ ഹി എന്ന സബ്ജക്റ്റ് ചെയ്യുന്ന റീഡ് എന്ന ക്രിയയുടെ ഫലം അഥവാ നിലനിൽപ്പ് ബുക്ക് എന്ന വസ്തുവിലാണ്. അതിനാൽ ഈ വാക്യത്തിലെ ഒബ്ജക്റ്റ് ബുക്ക്. ഹി റീഡ് എ ബുക്ക്. അവൻ ഒരു പുസ്തകം വായിക്കുന്നു. അതിലെ സബ്ജക്റ്റ് ഹി, വെർബ് റീഡ്, ബുക്ക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് രണ്ട് തരത്തിലുണ്ട്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. പ്രത്യക്ഷ കർമ്മവും പരോക്ഷ കർമ്മവും. ഒരു വാക്യത്തിൻ്റെ സബ്ജക്റ്റിനോടും വെർബിനോടും ഹൂ അല്ലെങ്കിൽ വാട്ട്, ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം ഡയറക്റ്റ് ഒബ്ജക്റ്റ്.
ഹും എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹു ഓർ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹും എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. രാജു ഗേവ് ഡയാന എ ബുക്ക്. രാജു ഗേവ് ഡയാന എ ബുക്ക്. ഈ ചോദ്യത്തിൽ രാജു സബ്ജക്റ്റ്, ഗേവ് ക്രിയ. സബ്ജക്റ്റിനോടും വെർബിനോടും വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്ത് കിട്ടിയ ബുക്ക്. വാട്ട് എന്ന് ചോദിക്കുമ്പോൾ ബുക്ക്, അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹൂം എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഡയാന, അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഷീ ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ. ഷീ ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ. ഷീ സബ്ജക്റ്റ്, ആസ്ക്ഡ് വെർബ്. സബ്ജക്റ്റിനോടും വെർബിനോടും വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്ത് കിട്ടുക ക്വസ്റ്റ്യൻ. അപ്പം എ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹൂം ചോദിക്കുമ്പോൾ മീ എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹീ ബിൽറ്റ് അസ് എ ഹൗസ്. ഹീ ബിൽറ്റ് അസ് എ ഹൗസ്. ഇതിൽ ഹീ സബ്ജക്റ്റ്, ബിൽറ്റ് വെർബ്. ഹീനോടും ബിൽറ്റിനോടും വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്താ കിട്ടുക ഹൗസ്. ഹൗസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹും എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നത് അസ്, അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഷീ റോട്ട് ഹിം എ ലെറ്റർ. ഷീ റോട്ട് ഹിം എ ലെറ്റർ. ഷീ വെർബ് അല്ല, ഷീ സബ്ജക്റ്റ്, റോട്ട് വെർബ്. അപ്പം ഷീ റോട്ട്, അതോട് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്താ കിട്ടുക എ ലെറ്റർ. എ ലെറ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹും എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഹിം. ഹിം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഐ ഗേവ് ഹിം സം മണി. ഐ ഗേവ് ഹിം സം മണി. ഐ സബ്ജക്റ്റ്, ഗേവ് വെർബ്. ഈ ഐ ഗേവ് അതിനോട് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ സം മണി, അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹും എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നത് ഹിം. ഹിം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹീ സെൻഡ് ഹെയർ എ ഗ്രീറ്റിംഗ് കാർഡ്. ഹീ സെൻഡ് ഹെയർ എ ഗ്രീറ്റിംഗ് കാർഡ്. ഹീ സബ്ജക്റ്റ്, സെൻഡ് വെർബ്. അപ്പോൾ ഹീ സെൻഡിനോട് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് ഉത്തരം കിട്ടും. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹും എന്ന് ചോദിക്കുമ്പോൾ എന്താ ഹെയർ. ഹെയർ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. എല്ലാവർക്കും ഈ സെൻറ്റൻസ് എന്ന് പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുത്.